വൈകാരികമായി നമുക്ക് ബന്ധമുള്ള രണ്ട് പട്ടണങ്ങൾ, ആ പട്ടണങ്ങളുടെ തകർച്ചയെന്നാണോ തുടങ്ങുക? അന്നാണ് ലോകത്തിന്റെ അവസാനത്തിന്റെ ഈ ഭൂമിയുടെ തകർച്ചയ്ക്ക് തുടക്കമുണ്ടാവുക. അവിടെ നിന്ന് നമുക്ക് കടന്നു പോകാം. ഫലസ്തീനോടുള്ള വൈകാരികമായ ബന്ധമെന്താ? ആ ഫലസ്തീനിന്റെ അതിർത്തികൾ പങ്കെടുക്കുന്ന മിസ്രടങ്ങുന്ന ഈജിപ്ത്, രണ്ടാമത് ഇറാഖിന്റെ നാഗരികതയുടെ കളിത്തട്ടിലായി മാറിയ ഈ ബസറ, അനേകം പണ്ഡിതന്മാരുടെ ജന്മസ്ഥലമായ ബസറ. ഒന്നാമത്തേത് മിസ്റാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ മിസ്റിന്റെ പ്രത്യേകത? എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രവാചക പരമ്പരയിൽ വന്ന ഉലുൽ അസ്മിൽപ്പെട്ട അഞ്ചാമത്തെ പ്രവാചകനായ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ താരാട്ടുപാടി ഉറക്കിയ ഇസ്ലാമിക ചരിത്രത്തിന്റെ നാഗരികതകളുടെ കളിത്തൊട്ടിലാണ് മിസ്ർ, ഈജിപ്ത്, ഇറാഖ്. ആ പ്രവിശ്യടങ്ങുന്ന ഫലസ്തീൻ, അതിന്റെ മറുഭാഗത്ത് അതിർത്തി പങ്കിടുന്ന ഈജിപ്ത്, ലെബനോൻ, സിറിയ, ഈ കാണുന്ന പട്ടണങ്ങളെ എല്ലാം ചേർത്തിട്ടാണ് ഹദീസിലെ ഷാം എന്ന് രൂപീകരിക്കപ്പെടുക. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാം എന്ന് പറഞ്ഞ ഹദീസിൽ വരുന്ന ഭൂപ്രദേശങ്ങൾ ഈ ഫലസ്തീനിന്റെ അതിർത്തി പങ്കിട്ട ഈജിപ്ത്, ലെബനോൻ, സിറിയ അടക്കമുള്ള പ്രാന്തപ്രദേശങ്ങളാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.